ആചാരപരമായ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല, മാനുവൽ അടക്കം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നത് പറയുമ്പോൾ തന്നെ അനന്തഗോപനെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപനെതിരെയും അദ്ദേഹത്തിന്റെ ഒളിയമ്പ്. പ്ലേറ്റിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ സംവിധാനമാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പുതിയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പുതിയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാവാം. ഇത് നമ്മളിപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് നയപരമായ തീരുമാനങ്ങളാണ്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ചീഫ് എഞ്ചിനീയറും അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസറുമാണ്. അവരുടെ ഉത്തരവാദിത്വത്തെ തന്നെയാണ് കൊടുത്തയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം ഉണ്ടല്ലോ. അവിടെ മാനുവൽ ലംഘിക്കപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണോ? നമുക്ക് നോക്കാം. അവർ പരിശോധിക്കട്ടെ. ഇപ്പൊ ജില്ലാ ജഡ്ജിയെ തന്നെ വെച്ചിരിക്കല്ലേ. അവര് ചെമ്പുപാളിയാണോ അന്ന് 2019 ചെന്നൈക്ക് കൊടുത്തുവിടുന്നത്, അതോ സ്വർണ്ണം പൂശിയ പാളികളാണോ? സ്വർണം പൂശിയ പാളിയാവാം. പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇത് ഈ പറയുന്ന ഇപ്പോൾ ഈ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള തർക്കം വരാൻ കാര്യം എന്താ? ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നൊരു മാന്യദേഹം തന്നെ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണം അദ്ദേഹത്തിന്റെ വാദം അതാണ്. തിരിച്ചു വന്നപ്പോൾ 38 കിലോ സ്വർണം. അങ്ങനെ ഒരു 6 കിലോ സ്വർണത്തിന്റെ കുറവെന്നൊക്കെയാ പറഞ്ഞത്. അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് ഇത് മുഴുവൻ സ്വർണമാണ്, 6 കിലോ സ്വർണം കാണാനില്ല എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പൂശി കൊണ്ടുവന്നു എന്ന് പറയുന്നത് 49 പവൻ മാത്രമാണല്ലോ. അതേലുള്ളത് 49 പവൻ സ്വർണം മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചരണങ്ങളും അനാവശ്യമായിട്ടുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കാലത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണോ അവിടെ നടന്നിട്ടുള്ളതെന്ന് പരിശോധിക്കണ്ടേ? 18ാം പടിക്ക് മേലെ അവിടെ ദേവപ്രശ്നം വെച്ചപ്പോഴാണ് 18ാം പടിക്ക് മേലെ ഇത് പാടില്ല എന്ന് പറഞ്ഞു, സ്ലൈഡിങ് പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കാലത്ത് അത് പൊളിച്ചു. അതെങ്ങനെയാണ് പണിഞ്ഞത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ. ഞാൻ നടത്തിയിട്ടില്ലല്ലോ. വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ? ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശയാത്ര നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടോ യാതൊരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എൻ്റെ കൈപ്പടയിൽ എഴുതിയ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ദേവസ്വം ബോർഡ് ഓഫീസിൽ തിരക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം കമ്മീഷണറും അതുപോലെ വിജിലൻസ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ കൈപ്പടയിൽ എഴുതിയത് അവിടെ ഇരിപ്പുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 998 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. 98 അതിനു മുമ്പുള്ള അന്വേഷിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. രാമൻ നായർ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വിജയമല്ലിയെ പോലെ ഒരാളിനെ കൊണ്ട് ചെയ്യിച്ചാളല്ലേ രാമൻ നായർ. പിന്നെ കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഞാനൊന്നും പറയുന്നില്ല. അല്ല, കോടതി അന്വേഷിക്കട്ടെ. കോടതി വിജിലൻസ് ഉണ്ട്, കോടതിയുണ്ട്, റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടമുണ്ട്, നടത്തട്ടെ.